ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇൻകുലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ്? ഇൻകുലാബ് എന്ന വാക്ക് അറബി ഭാഷയിലെ പദമാണ്. ഒരു ഉൽപാദകന്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന പ്രത്യേക രൂപം അഥവാ പേരിന് പറയുന്ന പേരാണ് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന്റെ കാരണം വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ്. വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ തേക്ക് കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. നിലമ്പൂർ തേക്കിൻ തോട്ടം. NH-17 ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? തലപ്പാടി, ഇടപ്പള്ളി. ഇന്ന് പ്രവർത്തനരഹിതമായ UNOയുടെ ഒരു ഘടകം ഏതാണ്? പരിരക്ഷണ സമിതിയാണ്. പരിരക്ഷണ സമിതി. അടുത്ത ചോദ്യം, ഗ്രാമീണ മേഖലയിലെ ദരിദ്ര സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന സ്വയം സഹായ പദ്ധതി ഏതാണ്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ. ചാരത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്ന 2 രാജ്യങ്ങൾ ആഷസ് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. MK സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയെ കുറിച്ച് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് തന്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. അടുത്ത കാലത്ത് ഒരു സസ്യത്തിന്റെ കൃഷി ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. സസ്യം ഏതാണ്? BT വഴുതനയാണ്. BT വഴുതന. PC മാറിയെങ്കിൽ നമ്മുടെ പഠനത്തിനും മാറ്റം അനിവാര്യമാണ്. പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഇനി ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. ജൂൺ മാസം 25 തീയതികളിൽ രാത്രി 8 മണിക്ക് 75 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ, അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ് അൺലോക്ക് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലേണേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോൾസ് അവൈലബിൾ ആണ്. അതുപോലെ അഥവാ ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. എവിടെ ഇരുന്നും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാളയാർ സിമന്റ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുറുവ ദ്വീപ് വയനാട് ജില്ലയിലാണ്. ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യമാണ് കാനഡ. കാനഡ. സമയം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖ ഏത്? രേഖാംശ രേഖയാണ് സമയം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖ. റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് സപ്ലൈ ഓഫീസാണ്. സപ്ലൈ ഓഫീസ്.
9ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷനായി കേരള സർക്കാർ നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. ആർ രാജേന്ദ്ര ബാബു ആണ്. ആർ രാജേന്ദ്ര ബാബു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം എത്ര? 50%. ഏറ്റവും വലിയ കളിക്കളം ആവശ്യമുള്ള പന്തുകളി ഏത്? ഗോൾഫാണ് ഏറ്റവും വലിയ കളിക്കളം ആവശ്യമുള്ള പന്തുകളി. ചുരുങ്ങിയ കാലം കൊണ്ട് വിവര സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ്. നീർമാതളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ്? നീർമാതളം കമല സുരയ്യയുടെ കഥകളിലാണ് കൂടുതലായിട്ടും പ്രതിപാദിക്കപ്പെട്ടത്. വേലുപ്പിള്ള ഭാസ്കരനെ വധിച്ച സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയ ശ്രീലങ്കൻ ഭരണാധികാരി ആരായിരുന്നു? മഹീന്ദ രാജപക്സെ. മഹീന്ദ രാജപക്സെ. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത്. അടുത്ത കാലത്ത് അന്തരിച്ച ഈ സാമ്പത്തിക വിദഗ്ധൻ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ചുക്കാൻ പിടിച്ചു. ആരാണത്? KN രാജാണ്. KN രാജ്. വടക്കൻ കേരളത്തിലെ കൈപ്പാട്ട നിലങ്ങളിലെ ഉപ്പുരസത്തെ അതിജീവിക്കാൻ കഴിവുള്ള പുതിയതായി വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഏത്? ഏഴോം നെല്ലിനമാണ്. ഉപ്പുരസത്തെ അതിജീവിക്കാൻ കഴിവുള്ള പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏഴോം. മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് മിൽമയുടെ ആസ്ഥാനം. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏത്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. തെങ്ങുകളിലെ ചെന്നീരൊലിപ്പ് രോഗത്തിന് കാരണമാകുന്നത് ഫംഗസ് ആണ്. ഫംഗസ്. അടുത്ത കാലത്ത് കേരളത്തിൽ മന്ദരോഗ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്തു. അതിലടങ്ങിയിരിക്കുന്ന ഒരു ഗുളികയുടെ പേരാണ് ആൽബൻഡസോൾ. ആൽബൻഡസോൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? അറബിപ്പൊന്ന്. അറബിപ്പൊന്ന്. ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്ന് അറിയപ്പെടുന്നത്? ഹൈദരാബാദിനെയാണ്. ഹൈദരാബാദ്. ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം ഏത്? ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്. വേമ്പനാട്ട് കായലിന്റെ നടുവിലുള്ള ദ്വീപ് ഏത്? പാതിരാമണലാണ് വേമ്പനാട്ട് കായലിന്റെ നടുവിലുള്ള ദ്വീപ്. കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യമാണ് ഗപ്പി. ഗപ്പി. ഇന്ത്യയിൽ കാർഷിക വായ്പകൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ അന്തിമ ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പിയിലാണ്. പട്ടാമ്പി. ഒരു പൗരന്റെ നിയമപരമായ കടമകളിൽ പെടാത്തത് ഏത്? പെടാത്തത് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക മൗലിക കടമയാണ്. മണ്ഡൽ കമ്മീഷൻ പഠനവിധേയമാക്കിയ വിഷയം ഏത്? പിന്നാക്ക സമുദായ ക്ഷേമമാണ് മണ്ഡൽ കമ്മീഷൻ പഠനവിധേയമാക്കിയ വിഷയം. വാസ്കോഡ ഗാമ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി ഏതാണ്? വാസ്കോഡ ഗാമ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനം ഏത്? അനേർട്ട് ആണ്. അനേർട്ട്. ഊഴമനുസരിച്ച് കുംഭമേള നടത്തുന്ന 4 സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിനി. ഇവയാണ് 3 അടുത്തത് ഏത്? നാസിക് ആണ്. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്?
ബംഗളൂരു ആണ്. ബംഗളൂരു. നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. പഴശ്ശിരാജ എന്ന മലയാള ചിത്രത്തിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ നടൻ ആര്? ശരത് കുമാർ ആണ്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A മൗലിക കടമകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. ലോക്സഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി എത്ര? 6 മാസമാണ്. 6 മാസം. ശബ്ദമിശ്രണത്തിന് ഓസ്കാർ ലഭിച്ച മലയാളി ആര്? റസൂൽ പൂക്കുട്ടി. ഇതൊക്കെ ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരു വീണയിലെ കമ്പികളുടെ എണ്ണം എത്ര? 7 കമ്പികളാണ് ഒരു വീണയിൽ ഉള്ളത്. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ആര്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരൻ. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? 21 ദിവസമാണ്. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലം ഏത്? ന്യൂറംബർഗ്. ന്യൂറംബർഗ്. രാജസ്ഥാനിലെ പുഷ്കർ മേളയുടെ പ്രത്യേകത എന്താണ്? ഒട്ടകവിൽപ്പന. ഒട്ടകവിൽപ്പന നടക്കുന്നു. എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം ആഘോഷിക്കുന്നത്? മാമാങ്കം 12 വർഷത്തിൽ ഒരിക്കലാണ് ആഘോഷിക്കുന്നത്. ബ്രിഡ്ജ് സ്റ്റോൺ ഏത് ഉൽപ്പന്നത്തിന്റെ പേരാണ്? ബ്രിഡ്ജ് സ്റ്റോൺ എന്നത് ടയർ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏത്? തലയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം നൈട്രജൻ ആണ്. നൈട്രജൻ. പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? അലർജി ആണ്. അലർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പ് കൂടിയ ഭാഗം ഏത്? പല്ലിന്റെ ഇനാമൽ ആണ്. പല്ലിന്റെ ഇനാമൽ. ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് ആര്? അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിട്ടാൽ ലായനിക്ക് എന്ത് നിറമാണ് കിട്ടുന്നത്? പാൽ നിറമാകും. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ പാൽ നിറമാകും ആ ലായനി. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അല്പം ഹൈഡ്രജൻ സൾഫൈഡ് വാതകം തുറന്നു വെച്ചാൽ ഉണ്ടാകുന്ന ഗന്ധം ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരക്കും. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരക്കും. റോഡുകൾ ടാറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാർ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പെട്രോളിയത്തിൽ നിന്നാണ്. പെട്രോളിയത്തിൽ നിന്ന്. വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം ഏത്? കാർബൺ മോണോക്സൈഡ് ആണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഭാരം കൂടുന്നു. ഭാരം കൂടുന്നു. ഒരു 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കത്രികയാണ് 1ാം വർഗ ഉത്തോലകം. 6 അടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായയും ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു കണ്ണാടിയുടെ നീളം എത്ര? 6 അടി തന്നെയാണ്. 6 അടി. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏതാണ്? സ്വർണമാണ്. സ്വർണം. കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത് ഏത് വാതകം ഉപയോഗിച്ചാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത്. പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? പേവിഷം തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ 1 മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം എത്ര? 72. 72. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഏത്?
ഡയോക്സിൻ ആണ്. ഡയോക്സിൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച ഇദ്ദേഹം പിന്നീട് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ഇദ്ദേഹം? ശശി തരൂരാണ്. ശശി തരൂർ. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഒരു മലയാളിക്കും പങ്കുണ്ടെന്ന് നിങ്ങൾ കേട്ടിരിക്കും. കെട്ടിടം ഏതാണ്? ബുർജ് ഖലീഫയാണ്. ബുർജ് ഖലീഫ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കുന്നത് ഫെബ്രുവരി 19. ഫെബ്രുവരി 19. ഏത് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ദക്ഷിണേന്ത്യയിൽ പ്രക്ഷോഭം നടന്നത്? തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി. കിസാൻ ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻ ഘട്ട്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 21 വയസ്സാണ്. 21 വയസ്സ്. 9 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ ഫിക്സ്ചർ തയ്യാറാക്കുമ്പോൾ എത്ര ബൈ ടീമുകൾ ഉണ്ടായിരിക്കും? 1. അടുത്ത ചോദ്യം, ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി. ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ മാസം 5 ലോക പരിസ്ഥിതി ദിനം. പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ടതാണ് പന്നിയൂർ 1 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? പൊട്ടാഷ് ആലം. പൊട്ടാഷ് ആലം ആണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം? ഇന്ത്യയിൽ എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. 1975. പ്രസിദ്ധമായ കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെയാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലാണ്. രാജ്യസഭയുടെ ചെയർമാൻ ആര്? രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഡൗട്ട് വരാം. ഇൻകുലാബ് എന്ന വാക്ക് അത് ഉറുദു വാക്കാണ്, പക്ഷെ അതിന്റെ റൂട്ട് വേർഡിന്റെ ഉത്ഭവം അറബിയാണ്. അതാണ് PSC അറബി എന്ന് ഉത്തരം കൊടുത്തത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യ പേപ്പർ 2010 നടന്ന LGS പരീക്ഷയുടേതാണ്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സീരീസ് ഞാൻ എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്ത് എടുത്തത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.